വിക്കി ഇപ്പോൾ ചിക്കുവിനെ ശരിക്കും ക്ലീൻ ബൗൾഡ് ആക്കി കഴിഞ്ഞു. ചിക്കു ഇപ്പോൾ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി നിൽക്കുകയാണ്. വിക്കിയുടെ ബോൾ തട്ടിത്തെറിപ്പിക്കാമെന്ന് കരുതിയ ചിക്കു ശരിക്കും ഇപ്പോൾ ഫെയിൽ ആയി പോയിരിക്കുന്നു. ഇന്ന് ഈ ചിക്കു ഷേക്ക് പവർഫുൾ ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവന്റെ പവർ ഞാൻ 2 മിനിറ്റിൽ പവർ ഓഫ് ആക്കും. അപ്പൊ ഇവൻ നിർത്തുന്ന പരിപാടിയൊന്നും ഇല്ലേ? ഇക്കണക്കിന് പോയാൽ ഇവൻ ടോട്ടൽ ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. ഓഹോ, ഇതൊരിക്കലും സമ്മതിക്കാൻ പാടില്ല. കുറച്ചേരം ഞാൻ ഇരിക്കട്ടെ. ഞാൻ വിചാരിച്ചത് സംഭവിച്ചു. ചിക്കു തളർന്നു തോന്നേ. 85, 86, 87, 88, 89. നന്നായിട്ടുണ്ട് ചിക്കു. ഷെടാ, അവൻ വീണ്ടും തുടങ്ങിയല്ലോ. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തേ പറ്റൂ. ആ ഐഡിയ. ഈ ചെയറിൽ ഇങ്ങനെ ചാരിയിരിക്കാൻ എന്തൊരു സുഖവാ. ഒരു ചെറിയ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി ചിലർ എന്തുമാത്രം അധ്വാനിക്കുന്നത്. എന്റെ മനസ്സിലാണെങ്കിൽ എനിക്കും ഇതുപോലെ ഒരു ചെയർ ഇരിക്കണം എന്നാ തോന്നുന്നത്. ഒരുപക്ഷെ ഞാൻ റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ മമ്മി വെച്ച ടെസ്റ്റിൽ ഞാൻ ഫെയിൽ ആയി പോകും. എടാ ചിക്കു, ചുമ്മാ കിടന്ന് തുള്ളുന്ന നിർത്തടാ. എന്തിനാടാ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നേ? നിനക്കത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നു, ഉടൻ തന്നെ പിച്ചിലെത്തിച്ചേരണം. നിന്റെ ബാറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ബാറ്റിംഗ് കണ്ട് അച്ഛൻ എന്തായാലും ഇംപ്രസ് ആകും. പിന്നെ മമ്മിയും വിചാരിക്കും ബണ്ടിയുടെ ഡാൻസ് കാണുന്നതിനേക്കാൾ എന്റെ ബാറ്റിംഗ് കണ്ടാൽ മതിയായിരുന്നു. ടക്കൗട്ടായോ? ഫസ്റ്റ് ബോളിൽ തന്നെ ചിക്കു ക്ലീൻ ബോൾഡോ? അടുത്ത പാർട്ടിസിപ്പന്റ് വരട്ടെ. ഞാൻ അച്ഛനെ എന്റെ പെർഫോമൻസ് കാണിച്ച് ഇംപ്രസ് ചെയ്യാന്ന് കരുതിയതാ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഈ മാച്ച് കണ്ട് ഡിസപ്പോയിന്റ് ആയിട്ടുണ്ടാവും. ഞാൻ എൻട്രി ആയതും തന്നെ മമ്മിയെ സന്തോഷിപ്പിക്കാന്ന് കരുതിയതാ. പണ്ട് ഈ എക്സിറ്റ് കണ്ടിട്ട് അവർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും. അച്ഛനെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. മമ്മി ഇതെവിടെ പോയി? എവിടെയാണെങ്കിലും അവർ എന്റെ ബാറ്റിംഗ് എന്തായാലും കണ്ടില്ലല്ലോ. കണ്ടിരുന്നെങ്കിൽ അവരാകെ അപ്സെറ്റ് ആയി പോയനെ. ഭാഗ്യത്തിന് അമ്മ എന്റെ ഫ്ലോപ്പ് ഷോ കണ്ടില്ല. അതായത് ഞാൻ രക്ഷപ്പെട്ടു. ശരി ശരി, നോക്കാം നോക്കാം. കൂടുതൽ വെണ്ണയുടെ കാര്യമൊന്നും നീ പറയണ്ട കേട്ടോ. ബൈ. ഈ സൈക്കിൾ ശരിക്കും ബട്ടർ പോലെ സ്മൂത്ത് ആയിട്ട് ഓടുന്നുണ്ടല്ലോ. ഏതായാലും ഈ വെണ്ണയിൽ അല്പം ഉപ്പിട്ടേ പറ്റൂ. അയ്യോ അയ്യോ, ഞാനിപ്പോ എവിടെയാ? അയ്യോ, ഈ സൈക്കിൾ എന്നാ ഞാൻ ഇങ്ങോട്ട് വലിച്ചാൽ അങ്ങോട്ട് പോകുന്നേ. അയ്യോ, ഇതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ ബണ്ടി, ഒന്ന് സൂക്ഷിക്ക്. ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. അവൻ വീണ്ടും ഡ്രാമ തുടങ്ങിയിരിക്കാം. അവന്റെ അഭിനയം ഞാനിന്ന് പൊളിച്ചടക്കുന്നുണ്ട്. ചില സമയത്ത് ഇതിനൊരു ടെക്നിക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഡോണ്ട് വറി മമ്മി, ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ആക്കാൻ കുറച്ച് സമയം എടുക്കുന്നേ. പിന്നെ വണ്ടി വളരെ സ്പീഡായി പൊക്കോളും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. അല്ല, ക്ഷണിക്കാത്ത വിരുന്നുകാരൊക്കെ എന്തിനാ എന്റെ പുറകെ ഓടി വരുന്നത്? ഇനി സ്പീഡായിട്ട് ഓട്ടിക്കുന്നതാ നല്ലത്.
ജസ്റ്റ് മിസ് രക്ഷപ്പെട്ടു. അതെ ബണ്ടി, നീ സൈക്കിൾ ഓടിക്കുന്നത് കണ്ടാ തോന്നും നീ 2 റോക്കറ്റ് ഓടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പുറകെ ഇങ്ങനെ ഡോഗ്സ് വന്നാലേ സൈക്കിളും റോക്കറ്റായി മാറിപ്പോകും. അപ്പൊ ബണ്ടി, ഇറ്റ്സ് ഡിസൈഡഡ്. ചിക്കുവിന്റെ സൈക്കിൾ നീ തന്നെ വെച്ചോ. ചിക്കുവിന് ഞാൻ പുതിയ സൈക്കിൾ മേടിച്ചേക്കാം. ഈ സൈക്കിളിന്റെ പുറകെ ഡോഗ്സ് പോലും ഓടി വരുന്നുണ്ട്. ഇതിന്റെ പുറകെ ഓടാൻ ഞാൻ തയ്യാറല്ല. ഈ സൈക്കിൾ നീ തന്നെ വെച്ചോ. ചിക്കു, അല്ല, ഈ സൈക്കിൾ ഇപ്പോൾ നിന്റേതാ, നീ എടുത്തോ. നീ വെച്ചോ. ഇല്ല, നീ എടുത്തോ. ഷടാ, ഒരു മിനിറ്റ് ഒന്ന് നിക്ക്. നിങ്ങൾ 2 പേരും എന്തിനാണ് അങ്ങനെ വഴക്ക് കൂടുന്നത്? ഇപ്പൊ അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് നോക്ക്. ഓ നോ, ഈ സൈക്കിൾ ഞാൻ എങ്ങനെയെങ്കിലും വണ്ടിയെ ഏൽപ്പിച്ചില്ലെങ്കിൽ പുതിയ സൈക്കിൾ എനിക്ക് കിട്ടില്ല. ഒരുപക്ഷെ ഈ സൈക്കിൾ ചിക്കുവിന് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എനിക്ക് പുതിയ സൈക്കിൾ കിട്ടത്തില്ല. ചേട്ടാ, ഇതെന്താ ആളുള്ളത് സൈക്കിൾ ഓടി വരുന്നുണ്ടല്ലോ. അയ്യോ, സൈക്കിൾ പ്രേതം ഓടിക്കോ. അയ്യോ, കണ്ടോ അമ്മേ, ഞാൻ ആ സൈക്കിളെങ്കിലും ഓട്ടിച്ചേനെ. പക്ഷെ ഈ ചിക്കു കാരണം സൈക്കിൾ തവിട് പൊടിയായി. ഇനിയിപ്പൊ എനിക്കൊരു പുതിയ സൈക്കിൾ വാങ്ങിച്ചു തന്നേ പറ്റൂ അല്ലേ? അത് ചെയ്തേ പറ്റൂ. വാ പോകാം. ഈ സൈക്കിൾ ഞാൻ റീസൈക്കിൾ ചെയ്തിട്ട് നിന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ചീ